നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ വെക്കുകയാണ്. എന്റെ പേര് ബൈജു എന്നാണേ. മാഡം ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാണ്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ജാസി എന്ന് പറയുന്ന ഒരു ആളില്ലേ, ശരിക്കും എന്തായിരുന്നു അത്? ഓപ്പറേഷൻ ആയിരുന്നു എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നേ. ഡീറ്റെയിൽസ്, സർജറി ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല കേട്ടോ സാർ, എന്താണ് നടന്നതെന്നുള്ള. ബോട്ടം സർജറി ഇവിടെ ഇല്ല. ബോട്ടം സർജറി ഇല്ല അല്ലേ? ഇല്ല, ബോട്ടം സർജറി ഇവിടെ ഇല്ല കേട്ടോ സാർ. കുയിലിന്റെ മണിനാദം കേട്ടു, കാട്ടിൽ കുതിരയുടെ കുളമ്പടി കേട്ടു. കുയിലിന്റെ മണിനാദം കേട്ടു, കാട്ടിൽ കുതിര കുളമ്പടി കേട്ടു. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കരുതിയതുപോലെ നമ്മുടെ എല്ലാവരുടെയും മണിയടി ശബ്ദം നിലയ്ക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ നിലച്ചിട്ടില്ല സുഹൃത്തുക്കളെ. ആ മണിയടി ശബ്ദം അങ്ങനെ പെട്ടെന്നൊന്നും നിർത്തത്തില്ല, അല്ലെങ്കിൽ നിലയ്ക്കത്തില്ല സുഹൃത്തുക്കളെ. എന്തായാലും നമ്മൾ പ്രേക്ഷകർ മുൾമുനയിൽ കാത്തു നിർത്തിയിരുന്ന, കൊടുമുടിയിൽ നിർത്തിയിരുന്ന, പിടിച്ചു നിർത്തിയിരുന്ന മണിനാദം ശബ്ദം, കുയിലിന്റെ മണിനാദ ശബ്ദം ഇപ്പോഴും ബാക്കിയാവുകയാണ് സുഹൃത്തുക്കളെ. ജാസി ഇവിടെ ഒരു വിപ്ലവം സൃഷ്ടിക്കും. അടുത്ത ബിഗ് ബോസ് സീസൺ 8 കയറി കത്തിക്കാനും കാട്ടുതീയായി മാറാനുമാണ് ശ്രമിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇങ്ങനെയാണ് മറ്റെടുത്ത കള്ളങ്ങളാണ് കാണിക്കുന്നതെങ്കിൽ നാട്ടുകാർ കാലവരി അടിക്കും. പിന്നെ ബിഗ് ബോസിൽ കയറാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ കള്ളത്തനം, ഉഡായിപ്പ്, അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും കോൺട്രവേഴ്സി കയറിയിട്ട് ഉളത്തനങ്ങൾ കാണിച്ച് ഇവിടെ കിടന്ന് കാട്ടപരാധങ്ങൾ കാണിക്കുന്നതിനെ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് കയറ്റും. എല്ലാവരും അല്ലാട്ടോ, കുറച്ച് പേരൊക്കെ. അല്ലാണ്ട് മര്യാദയ്ക്കുള്ളവരെയും കയറ്റാറുണ്ട്. അല്ലാണ്ട് കുറെ എണ്ണം ഇതുപോലെ ഇവിടെ വെളിയിൽ കിടന്ന് വെളിത്തനങ്ങൾ കാണിക്കും. കഴിഞ്ഞ സീസണിൽ രണ്ടാസിന് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കയറ്റിയില്ലേ, വെളിയിൽ കിടന്ന് കോപ്രായങ്ങൾ കാണിക്കുന്നതിനൊക്കെ പിടിച്ചോണ്ട് അതിൻ്റെ അകത്തിട്ട് അവിടെ കൊണ്ട് 100 ദിവസം പൂട്ടിയിടാന്ന് വെച്ച് ഞാൻ അവിടെ കിടന്ന് കരഞ്ഞ് മോങ്ങി പിടിച്ചിറങ്ങിപ്പോ. അതുപോലെയൊക്കെ ജാസിയെ പോലുള്ളതൊക്കെ ഇവിടെ ഒരു കോൺട്രവേഴ്സി സൃഷ്ടിച്ചു കഴിഞ്ഞാൽ വരുന്ന സീസണിൽ കയറാൻ പറ്റും സുഹൃത്തുക്കളെ, കയറാൻ പറ്റും. കുയിലിന്റെ മണിനാദം കേട്ടു. മണിനാദം അങ്ങനെ ഒന്നും പെട്ടെന്ന് നിൽക്കത്തില്ല, അത് കേട്ടുകൊണ്ടേയിരിക്കും. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. അതുൽ വ്ലോഗ്സ് ഞാൻ തന്നെയാണ്, നിങ്ങളുടെ സ്വന്തം അതുൽ വ്ലോഗ്സ്. നിങ്ങൾക്ക് പറയാനുള്ള താഴെ കമന്റിലും, എനിക്ക് പറയാനുള്ള ഞാൻ എന്റെ വീഡിയോയിലൂടെ ഒക്കെ പറയാം. ഇനി നിങ്ങൾക്ക് വിമർശനങ്ങളുണ്ടെങ്കിലും ഉന്നയിക്കാം കമന്റിലൂടെ. മറിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ലൈക്കിലൂടെയും സബ്സ്ക്രിപ്ഷനിലൂടെയും ഒക്കെ നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാവുന്നതാണ് സുഹൃത്തുക്കളെ. അപ്പൊ ജാസിയുടെ കീഴെ ഡൗൺ സർജറി ചെയ്തു എന്നാണ് ജാസി പറയാതെ പറഞ്ഞു വെക്കുന്നത്. എന്നാ ജാസി പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. പറഞ്ഞിട്ടില്ലേന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്. ഈ ഒരു സെറ്റപ്പിലാണ് ഈ സാധനം ചവിട്ടി വയ്ക്കുന്നത്. ജനങ്ങളുടെ മുന്നിൽ താനൊരു പെണ്ണാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന കുറെ കോപ്രായങ്ങൾ, അത് തന്നെയാണ് ജാസി, ദി റിയൽ ജാസി. സത്യം പറഞ്ഞ സ്ത്രീകൾക്ക് കൂടി അപമാനം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇതുപോലെയുള്ള ഓരോ വ്യക്തികൾ ഈ പൊതുസമൂഹത്തിൽ ഓരോ പ്രവർത്തികൾ കാഴ്ചവെക്കുന്നത്. താൻ ഗർഭിണിയാണെന്നുള്ളൊരു നാടകം നാട്ടുകാരുടെ മുന്നിലേക്ക് കാണിക്കുകയാണ് ആദ്യം ചെയ്യുകയുണ്ടായത്. സ്ത്രീകളെ മൊത്തത്തിൽ ആക്ഷേപിച്ചു പുച്ഛിച്ചുകൊണ്ട്, സ്ത്രീകൾ പ്രസവിക്കുന്നതിന് ഒരു വാല്യൂം കൽപ്പിക്കാണ്ട് ഒരുമാതിരി അതിനെ എന്തോ ഒരു കോമഡി രൂപത്തിൽ ആക്ഷേപിച്ച് കാണിക്കുകയാണ് ജാസിയെ പോലുള്ള ഒരു വ്യക്തി ആദ്യം ചെയ്തിട്ടുള്ളത്. അന്താ പണി വച്ചിരിക്കേ എന്ന് അന്ന് തന്നെ ചോദിച്ചു. അന്ന് തന്നെ നാട്ടുകാരുടെ തെറിവിളിയും കിട്ടി. എന്നാൽ അടുത്ത നാടകമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് താൻ പൂർണ്ണമായിട്ട് സർജറി ചെയ്ത് സ്ത്രീയായി മാറാൻ പോവുകയാണ് സുഹൃത്തുക്കളെ എന്ന്. എന്നിട്ട് ബ്രസ്റ്റിന്റെ സർജറി എങ്ങാണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. അത് തന്നെയാണ് ചെയ്തത്. ഓക്കെ, മറ്റേ ഹോസ്പിറ്റൽ മെഡിസിറ്റിയിൽ എങ്ങാണ്ട് പോയി ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് അവിടെ താഴെ ബാക്കല്ലല്ലോ, സോറി, ഇതെല്ലാം കയ്യിൽ നിന്ന് പോകുന്നു. ഡൗൺ സർജറി ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം വാസ്തവം തന്നെയാണ്. നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട്, നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് താൻ മൊത്തമായി പൂർണ്ണമായി സ്ത്രീയായി മാറി എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നാട്ടുകാരുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ. നോർമലി ജാസിക്ക് പറയാലോ, ഞാൻ ബ്രസ്റ്റിന്റെ സർജറിയാണ് ചെയ്തത്, മേളിലോട്ടുള്ളതാണ് ചെയ്തത് എന്ന് പറയാമല്ലോ. എന്നാൽ അത് പറയുമോ? ഇല്ല. പകരം ജനങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുന്നത് താൻ താഴത്തെ സർജറി ചെയ്തു എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് അവിടെ പൊറാട്ട് നാടകം കളിക്കുന്നത് സുഹൃത്തുക്കളെ. ഈ നാടകങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. കുയിലിന്റെ മണിനാദം കേൾക്കും. എന്തായാലും ഈ ഒരു ഹോസ്പിറ്റൽ, ജാസിക്ക് സർജറി നടന്നിട്ടുള്ള ഹോസ്പിറ്റലിൽ ഒരു വ്യക്തി വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അവിടെ അങ്ങനത്തെ സർജറിയേ ഇല്ല. പിന്നെ എന്നാ സർജറിയുടെ പണി വെച്ചിരിക്കേ? ആശി, നിനക്ക് ഇനിയെങ്കിലും കുളം കാണാമെന്ന് വിചാരിച്ചു, പക്ഷെ നിനക്ക് വീണ്ടും വാഴപ്പിണ്ടി തന്നെടാ. നിന്റെ അവസ്ഥ ഞാൻ ഒന്നും പറയുന്നില്ല. നീ ഇങ്ങനെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. അല്ലാണ്ട് എന്നാ പറയാൻ? നിങ്ങളെ പാടായി. എന്തായാലും എക്സ്പോസ് ആയിട്ടുണ്ട് ജാസി കാണിക്കുന്ന ഉടായ്പകൾ. നമുക്ക് ഒന്ന് കേട്ടു നോക്കാം. ആ ഹോസ്പിറ്റലിൽ പോയിട്ട് ചെയ്ത സർജറി എന്താണെന്നും അതിനെ പറ്റിയിട്ടും അവിടുത്തെ സ്റ്റാഫ് തന്നെ പറയുന്നത് കേട്ടു നോക്കാം. പ്രിയപ്പെട്ടവരെ നോക്കൂ, പ്രിയപ്പെട്ടവരെ, ഇന്ന് എനിക്ക് റെനൈ മെഡിസിറ്റിയിലേക്ക് വിളിക്കേണ്ടി വന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ജാസി തന്നെയാണ് സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്ന താരം. അതെ, കഴിഞ്ഞ കുറച്ചധികം ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന താരമെന്നൊന്നും പറയത്തില്ല, ഒരുമാതിരി എന്തോ ഒരു സാധനമാണ് ജാസി.
ഇത് ഇങ്ങനെ നാട്ടുകാരെയും പറ്റിച്ച് ആ ഒരു സെറ്റപ്പ് സാധനമാണ്. എന്തിനാണ് ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ ഉളുപ്പില്ലാണ്ട് കിടക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കുറച്ചൊക്കെ ഉളുപ്പാകാം. ഉളുപ്പിന്റെ അർത്ഥം എന്താണെന്നെങ്കിലും ഒന്ന് ഡിക്ഷണറി എടുത്ത് നോക്കി വായിച്ചിട്ട് ഉളുപ്പ് എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ നാണമില്ലാണ്ട് നാറി എന്തിനാ ഇങ്ങനെ? ആരെ കാണിക്കാനായിട്ടാണ്? ഉളുപ്പ് സ്വയമേ തോന്നുന്നില്ലേ? പുച്ഛം. ബാക്കി ഈ എണ്ണം പറയണേക്ക. അതെന്തുകൊണ്ടാണ്? അവർ പറയുന്ന ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാതെ വരികയും അവർ മാനിപ്പുലേറ്റ് ചെയ്ത ഒരുപാട് സ്റ്റോറികൾ സൃഷ്ടിക്കുകയും അത് നമ്മളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ വളരെ അരോചകമായി നമുക്ക് തോന്നുകയും അതിനെ നമുക്ക് പ്രതികരിക്കാൻ തോന്നുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വളർന്ന് പൊന്തി സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വളഞ്ഞു കൂടി നിൽക്കാൻ വേണ്ടി തുടങ്ങുന്നത്. ജാസിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചെയ്ത വീഡിയോകളിലൊക്കെ ഒരു 10% വരുന്ന ആളുകൾ കമന്റ് ചെയ്ത് കണ്ടു, നിങ്ങൾ എന്തിനാണ് അവരുടെയൊക്കെ ജീവിതത്തിൽ ഇടപെടുന്നത്? അവരുടെ വ്യക്തി ജീവിതമല്ലേ? അത് ശരിയാണ് കേട്ടോ. കുറെ പേര് പറയുന്നുണ്ട് അവരെങ്ങനെയും ജീവിക്കട്ടെ, എന്തിനാണ് അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നത്? പിന്നെ നമുക്ക് ഇതല്ലേ രാവിലെ ചെയ്യുന്ന പണി. ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കള്ളത്തനങ്ങളും അപരാധത്തനങ്ങളും കാണിച്ചു കഴിഞ്ഞാൽ ചൂണ്ടിക്കാണിക്കും. എന്തിനാണ് ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് നാട്ടുകാരെ വിഡ്ഢികളാക്കാൻ ശ്രമിച്ചുകൊണ്ട് വിഡ്ഢികളാക്കിക്കൊണ്ട് ഇവർ ഓരോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? എന്തിനാണ്? അതുപോലത്തെ വിഡ്ഢിത്തനങ്ങളും കള്ളത്തനങ്ങളും കാണിക്കുമ്പോഴാണ് നമ്മൾ പോലുള്ളവന്മാർ കയറിയിട്ട് ഇതിൽ ഇടപെട്ടിട്ട് ഇങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നാട്ടുകാരുടെ മുന്നിൽ ഇതിന്റെയൊക്കെ തനി കൊണങ്ങൾ അങ്ങോട്ട് എക്സ്പോസ് ചെയ്ത് കൊടുക്കും. റീച്ചിന് വേണ്ടിയിട്ടും പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്ത് പോക്കർത്തനങ്ങളും ഊളത്തനങ്ങളും കാണിച്ച് ഇവിടെ സോഷ്യൽ മീഡിയയിൽ പിടിച്ച് നിൽക്കാം എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരിൽ പെട്ട സാധനങ്ങളാണ് ഇതൊക്കെ. ഞാൻ ഉള്ള കാര്യം പറയാം. റീച്ചിന് വേണ്ടിയിട്ട് എന്തും എല്ലാം കോൺട്രവേഴ്സി ആക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നിലപാടോടുകൂടി പറയുകയാണെങ്കിൽ ആ സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞ് നമ്മുടെ അഭിപ്രായം പറഞ്ഞു പോവുക. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യമോ മോശം കാര്യമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ അത് മാന്യമായിട്ട് സത്യസന്ധമായിട്ട് പറയുക. അല്ലാണ്ട് അങ്ങും ഇങ്ങും തൊടാണ്ട് കുറെ സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇതൊരു ചർച്ചാ വിഷയമാക്കുന്ന രീതിയിൽ ഇവർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പറയുന്നതിൽ ഒരു തെറ്റുമില്ല. കാണിക്കുന്ന പേക്കൂത്തുകളും കാട്ടവരാത്തരങ്ങളും ചൂണ്ടിക്കാണിക്കും, കള്ളത്തനങ്ങൾ എല്ലാം എക്സ്പോസ് ചെയ്ത് തന്നെ സംസാരിക്കും. അതുകൊണ്ട് അതിൽ വലിയ കാര്യമൊന്നുമില്ല. അണ്ണം പറ ധൈര്യട്ടോ, ഞാൻ ഉണ്ടല്ലോ. നിങ്ങൾക്ക് അവരെ വെച്ച് റീച്ച് കൂട്ടാനാണോ നിങ്ങളുടെ പരിപാടി? അവരെങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ എന്നൊക്കെയുള്ള കമന്റുകളാണ് വരുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവരുടെ വ്യക്തിപരമായ ജീവിതം അവർ തുറന്നു കാട്ടുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ്. അതും വളരെ പബ്ലിക്കായിട്ട് തന്നെയല്ലേ അവർ പറയുന്നത്. അപ്പോൾ പബ്ലിക്കായിട്ട് പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മളെപ്പോലുള്ള സോഷ്യൽ കമ്മിറ്റഡ് ആണ് എന്ന് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുക തന്നെ ചെയ്യും. യാതൊരു തർക്കവും ഇതിനകത്തില്ല. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അവരുടെ വീഡിയോ കാണുന്ന നമ്മളെ എല്ലാവരെയും അവർ പറ്റിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ സത്യം പറഞ്ഞാൽ പറ്റിക്കുക തന്നെയാണ്. അതായത് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, വേറെ എൻ്റെ ഒരു പേഴ്സണൽ കാഴ്ചപ്പാടിലുള്ള കാര്യം പറയാം. അതായത് ഈ LGTVകളെ ജനങ്ങൾ എന്തുകൊണ്ട് വെറുക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നില്ല? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതുപോലത്തെ ഉടായ്പകളാണ് കാണിക്കുന്നത്. എല്ലാവരും അങ്ങനെ കാണിക്കുന്നു എന്നല്ല പറയുന്നത്. എന്നാൽ മാന്യമായിട്ട് സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി ജീവിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഇതുപോലുള്ള ഉടായ്പകളും പേക്കൂത്തുകളും കാണിച്ച് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ട് ജനങ്ങളെ പറ്റിച്ച് നടക്കുന്ന കുറെ ടീംസ് ഉണ്ട്. ഇവരെ പോലുള്ളവരെ ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് കാണിക്കുമ്പോൾ അപ്പൊ ഇവരെല്ലാവരും ഇങ്ങനെയാണെന്നുള്ളൊരു ചിന്താഗതി ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാരുടെ ഉള്ളിലേക്ക് വരും. നമ്മൾ തന്നെ ബിഗ് ബോസിലും പല പേക്കൂത്തുകൾ കണ്ടിട്ടുണ്ട്. കാരണം ഇവരുടെയൊക്കെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാണ്. അതുപോലെ ഇവരുടെയൊക്കെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാരിൽ നമ്മളെ പോലെയുള്ള സാധാരണ ആൾക്കാരെ മേളിൽ ചവിട്ടിക്കയറി നിന്ന് അധികാരം സ്ഥാപിക്കാനുള്ള ഒരു പുറപ്പാട് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, സീരിയസ്ലി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവരെയൊക്കെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യാത്തത്. മുൻപൊക്കെ ഞാൻ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരും ജീവിക്കട്ടെ, അവർക്ക് മുന്നോട്ടൊന്ന് ജീവിക്കാനുള്ള റൈറ്റ്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് തന്നെ റീസെന്റ് കൊട്ടാരക്കര നടന്നിട്ടുള്ള സമരമൊക്കെ ഉണ്ടായിരുന്നു. എന്റെ മോനെ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ജീവിതകാലത്ത് പിന്നെ ഇതിനൊന്നും സപ്പോർട്ട് ചെയ്തില്ല. അങ്ങനെ ഇവർ തന്നെയാണ് ഇവർക്കുള്ള വെറുപ്പുകൾ വാങ്ങിക്കൂട്ടി വെച്ചതെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇപ്പൊ ജാസി ഇങ്ങനത്തെ ഉടായ്പകളും പേക്കൂത്തുകളും കാണിക്കുമ്പോൾ എന്ത് ചെയ്യും? കൂടുതലായിട്ട് ഇവരെ പോലുള്ള ആൾക്കാരെ വെറുത്തുകൊണ്ടേയിരിക്കും ജനങ്ങൾ. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. താൻ കുഴിയും കുഴിച്ചിട്ട് അതിൻ്റെ അകത്ത് കയറി എന്നിട്ട് തലകൂടി മണ്ണ് വാരിയിടുന്ന അവസ്ഥയാണ് യുവമാര് കാണിക്കുന്നത്. എന്തിനിടെ ഇങ്ങനെ നാടകം ഇറക്കി നാട്ടുകാരെയും പറ്റിച്ച് ഇങ്ങനെ ജീവിക്കുന്നത്? സ്വന്തമായിട്ട് തന്നെ ഒരു ഉളുപ്പൊക്കെ തോന്നണ്ടേ? എന്ത് മനുഷ്യന്മാരുടെ. ഞാൻ റെനെ മെഡിസിറ്റിയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോൺ കോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ വെക്കുകയാണ്. എന്റെ പേര് ബൈജു എന്നാണ്. മേഡം ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാണ്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ജാസി എന്ന് പറയുന്നൊരു ആളില്ലേ, ശരിക്കും എന്തായിരുന്നു അത്? ഓപ്പറേഷൻ ആയിരുന്നു എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നേ. ഡീറ്റെയിൽസ് സർജറി ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല കേട്ടോ സാർ. എന്താണ് നടന്നതെന്നുള്ള ബോട്ടം സർജറി ഇവിടെ ഇല്ല. ബോട്ടം സർജറി ഇല്ല അല്ലേ? കേട്ടല്ലോ, ബോട്ടം സർജറി ഇവിടെ ഇല്ല. പിന്നെ എന്നാ വിത്ത ഉണ്ടാക്കാൻ പോയത്? അതാണ് പറഞ്ഞത്, ടോപ്പിലെ സർജറി. ടോപ്പിലെ സർജറി മാത്രം ചെയ്തിട്ട് താനൊരു സ്ത്രീയായെന്ന് അങ്ങ് സ്വയം പ്രഖ്യാപിച്ചാൽ മതിയാ. ജാസി ഇവിടെ ചെയ്യുന്നത് എന്താ? അപ്പൊ ബോട്ടം ആര് കൊണ്ട്? ഞാൻ പറഞ്ഞാലേ പച്ചയ്ക്ക് പറഞ്ഞാൽ കൂടിപ്പോ എന്നെ കൊണ്ട് വാതുറപ്പിക്കില്ല. ജാസി ഇങ്ങനത്തെ ഉടായ്പകൾ കാണിക്കല്ലേ. കൂടുതൽ വെറുപ്പിലേക്കാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒന്നാതെ ജനങ്ങൾക്ക് ആർക്കും കണ്ണെടുത്താൽ കണ്ടുകൂടാ. കുറെ വിവര ദോഷികൾ നിങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യും. അല്ലാണ്ട് ഒറ്റ മനുഷ്യന് കണ്ണെടുത്താൽ കണ്ടുകൂടാ. വീണ്ടും കൂടുതൽ വെറുപ്പിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? നിങ്ങളുടെ കമ്മ്യൂണിറ്റികളെ അടക്കം മൊത്തത്തിൽ നിങ്ങളൊക്കെ തന്നെയാണ് കുളം തോണ്ടി വെക്കുന്നത്.
സ്വയമേ ഒരു ഇന്നൊന്ന് ചിന്തിച്ചു നോക്ക്. എന്തിനിങ്ങനെ നാട്ടുകാരുടെ മുന്നിൽ അഭിനയിച്ച് കുളം തോണ്ടി ജീവിക്കുന്നു? കുറച്ചുള്ളൂ പാപ. ഇല്ല ബോട്ടം സർജറി ഇവിടെ ഇല്ല കേട്ടോ സർ. ഞാൻ ഈ വിളിച്ച സ്റ്റാഫിനോട് ബോട്ടം സർജറിയെ കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല. ജാസിയായി ബന്ധപ്പെട്ട് അവിടെ എന്തെങ്കിലും സർജറി നടന്നിട്ടുണ്ടോ ആ വിഷയങ്ങളെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ ഞാൻ ചോദിക്കാതെ തന്നെ വളരെ കൃത്യമായി അവർ എനിക്ക് മറുപടി തരികയാണ്, ഇവിടെ ബോട്ടം സർജറി എന്ന് പറഞ്ഞൊരു സംവിധാനം ഇല്ല എന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ മൊത്തം ചർച്ചാ വിഷയം ആണ്. ഇനി ജാസി വന്ന അടുത്ത വീഡിയോ എന്താണെന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ബോട്ടം സർജറിയാ കഴിഞ്ഞ. കേട്ടല്ലോ, ഇതിപ്പം ഈ ബോട്ടം സർജറി ചെയ്തു എന്നുള്ള സാധനം ജാസി തന്നെയാണ് ജനങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുന്നത്. എന്തിന്? ഈ ഹോസ്പിറ്റലിലോട്ട് ഈ വ്യക്തി വിളിച്ച സമയത്ത് ആ ഹോസ്പിറ്റലുകാരനെ ഇങ്ങോട്ട് തന്നെ എടുത്ത് പറയുന്നു ബോട്ടം സർജറി ഇവിടെ ഇല്ലെന്ന്. കാരണം ഹോസ്പിറ്റലുകാർക്ക് മനസ്സിലായി ഈ ജാസി കാരണം അവർക്കും കൂടി നാണക്കേടായിട്ടുണ്ട്. ഇങ്ങനത്തെ മിസ്ലീഡിങ് ചെയ്യിച്ചുകൊണ്ട് അല്ലെങ്കിൽ നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഹോസ്പിറ്റലിനും കൂടി ചീത്തപ്പേരാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലുകാർ ജാസിക്കെതിരെ കേസ് കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്. കാരണം നിങ്ങളുടെ ക്രെഡിബിലിറ്റി അടക്കം ചോദ്യം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ബാധിക്കുന്ന രീതിയിലാണ് ജാസിയെ പോലെയുള്ളവർ ഇവിടെ ഓരോ മറ്റേ പേക്കൂത്തുകൾ കാട്ടിക്കൂട്ടുന്നത്. ഹോസ്പിറ്റലുകാർ ഉറപ്പായിട്ട് ഈ ജാസിക്കെതിരെ കേസ് കൊടുക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്തിന്? ഇതെന്താ കാണിക്കുന്നത്? ഇതൊക്കെ കളികളായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ബോട്ടം സർജറിയൊക്കെ ചെയ്തിട്ട് എത്രയോ പേര് അനുഭവിച്ചിട്ടുണ്ട് വേദനകൾ. ഒരുപാട് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ പെട്ടിട്ടുള്ള ട്രാൻസ് വുമനായൊക്കെ മാറിയ ആൾക്കാർ, ബോട്ടം സർജറി ചെയ്ത ആൾക്കാരുണ്ട്. അവരിതിന്റെ കഷ്ടപ്പാടുകളും വേദനകളും യാതനകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അത്രയും വേദന അനുഭവിച്ച് ആൾക്കാർ വന്നവരുണ്ട്. അവരുടെയൊക്കെ സ്ഥാനത്ത് ചുമ്മാ നാട്ടുകാരെ പറ്റിക്കാനായിട്ട് ഇങ്ങനെ വന്നു കിടന്ന് നാടകം അഭിനയിക്കുന്ന ഇതുപോലെയുള്ളവരൊക്കെ എന്നാ ചെയ്യണം? മടല് വെട്ടി അടിക്കണം. അതല്ലേ ചെയ്യേണ്ടത്? എന്തിനാ ഇങ്ങനെ? എനിക്ക് തന്നെ പുച്ഛം തോന്നുന്നു. ജാസിയുടെ ആ വീഡിയോയിലുള്ള കുറച്ച് ഭാഗം ഞാനൊന്ന് കൊടുക്കാൻ കേട്ടോ. ജാസി പറയുന്ന കാര്യമാണ് എന്നൊക്കെ ഒരു തോന്നലായിരുന്നു കേട്ടോ മനസ്സ് മുഴുവൻ ഉണ്ടായിരുന്നത്. കാരണം നമ്മുടെ ദേഹത്ത് ലൈക്ക് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴൊക്കെ അത് അറിയോ. കേട്ടല്ലോ. അതായത് ജാസി ഇവിടെ ബോട്ടം സർജറി ചെയ്തതെന്ന് ഒരിക്കലും ഒരിടത്തും പറഞ്ഞു വെക്കുന്നില്ല. പക്ഷേ പറയുന്ന വാക്കുകളിൽ ഉദ്ദേശിക്കുന്നത് എങ്ങോട്ടാ? ബോട്ടത്തിലോട്ടാണ് പോകുന്നത്. അതായത് ദേഹത്തിലെ പാർട്സുകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഏത് പാർട്സ്? ഡിങ്ക് 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 കുയിലിന്റെ മണി നാദം കേട്ടു മണി കട്ട് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തിനാണ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നാട്ടുകാരുടെ വായിലിരിക്കുന്ന ചീത്തവിളി കേൾക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. കഷ്ടം, പരമാ കഷ്ടം. അല്ലാണ്ട് കൂടുതലൊന്നും പറയാനില്ല. ഇങ്ങനെ ഉളുപ്പില്ലാണ്ട് സമൂഹത്തിൽ കടന്ന് വരവാൻ നാണമില്ല എന്നും കൂടി ചോദിക്കുന്നുണ്ട്. ഞാൻ പേഴ്സണലി ചോദിക്കുന്നത് സത്യം. എനിക്ക് അത്രയും എന്തോ പോലെ തോന്നി. എന്താണ് കാട്ടിക്കൂട്ടുന്നതെന്ന് തോന്നിപ്പോയി. അയ്യേ. പിന്നെ മറ്റേ കട്ട് ചെയ്യുമ്പോൾ അറിയാൻ പറ്റാ ഇതെന്തോന്ന് ഞാൻ ഒന്ന് പറയും. എനിക്ക് പോ വല്ലതും വായിരിക്കണമല്ലോ വിളിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇന്ന സർജറിയാ കഴിഞ്ഞതെന്ന്. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എൻ്റെ ഗർഭമാണ് നടക്കുന്നതെന്ന്. ഇതൊക്കെ വേണമെങ്കിൽ ജാസി വന്ന് പറയും. പക്ഷേ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ജാസി ഓരോ മൊമെന്റിലും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ അവനെ വിശ്വസിക്കുന്ന, അവനെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ അവന്റെ വാർത്തകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരെയും ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് അവൻ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് എന്തായാലും ബോട്ടം സർജറി ജാസി ചെയ്തിട്ടില്ല. ജാസി ചെയ്തത് ബ്രസ്റ്റ് ഇംപ്ലാന്റേഷൻ ആണ്. അത് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഒഴിവാക്കാം. അതൊരിക്കലും ജാസി പറഞ്ഞ പൂർണ്ണമായൊരു സ്ത്രീയിലേക്കുള്ള മാറ്റമല്ല. ഒന്ന്, ജാസി എന്ന് പറയുന്ന പുരുഷന് ഗർഭപാത്രമില്ല. 2, വജൈനൽ ട്രീറ്റ്മെന്റ്സ് ഒന്നും ജാസി എടുത്തിട്ടില്ല. 3, ബ്രസ്റ്റ് ഇംപ്ലാന്റേഷൻ ആണ് ജാസി ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഈ വീഡിയോ എൻഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ജാസിയുടെ വീഡിയോ വെച്ച് നീ ഒരുപാട് റീച്ച് ഉണ്ടാക്കിയില്ലേ എന്ന് പറയുന്നവരോട് കൂടിയാണ് ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് കാണാനല്ല സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്നത്. റീച്ചിന് വേണ്ടി തന്നെയാണ്. 10 ആള് കാണണം, നമ്മൾ പറയുന്നതും കേൾക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്നത്. അല്ലാണ്ട് സ്വന്തമായിട്ടിരുന്ന് കാണാനാണെങ്കിൽ സ്വന്തമായിട്ട് ഫോട്ടോ എടുത്ത് വെച്ചിട്ടിരുന്ന് കണ്ടാൽ പോലെ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് കണ്ണാടിയൊക്കെ പറഞ്ഞാൽ പോലെ. സംഭവം റീച്ചിന് വേണ്ടി തന്നെയാണ് നമ്മളും വീഡിയോ ഇടുന്നത്. പക്ഷെ അതിലൊരു എത്തിക്സ് ഉണ്ട്. ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് മുഞ്ചിച്ചും അല്ല നമ്മൾ വീഡിയോ ഇടുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. ഇതുപോലുള്ള കള്ളത്തനങ്ങളെ പൊളിച്ചടിക്കുകയാണ് വീഡിയോ ഇടുന്നത്. ഇവിടെ ജാസി എന്തിനാണ് ഇങ്ങനെ നാട്ടുകാരെ ഒരുമാതിരി മിസ്ലീഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ താൻ പൂർണ്ണമായിട്ടൊരു സ്ത്രീയായി മാറി എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നത്? പൂർണ്ണമായിട്ടൊരു സ്ത്രീയായി മാറുന്നത് എങ്ങനെയാണ്? കോൽക്കളിയുടെ കോലം വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സ്ത്രീയാവും? ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്താ ദൈവത്തിനറിയാം. ഇനി ജാസി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കേട്ടു. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. ഞാൻ റിനയിലാണ് ഉള്ളത്. കൊച്ചിയിലെ റീന ഹോസ്പിറ്റലിലാണ് ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് കേട്ടോ. ഇവിടുത്തെ അർജുൻ ഡോക്ടറാണ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഇവിടെ തന്നെയായിരുന്നു ഞാൻ എൻ്റെ ഹോർമോണിൻ്റെയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തത് ഇവിടെ തന്നെയായിരുന്നു. അപ്പോൾ ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ കൂടെ ബൈസ്റ്റാൻഡ് ആയിട്ടുള്ള സിസ്റ്ററാണ് ഉള്ളത്. ആഷി ഉണ്ടായിരുന്നു. ആഷി ഇവിടുന്ന് യാത്ര പറഞ്ഞു പോയി. എൻ്റെ ആൾക്ക് ഭയങ്കര സങ്കടമൊക്കെയാണ്. അപ്പോൾ എൻ്റെ ലൈഫിൽ നിങ്ങൾ എന്നോട് പറഞ്ഞ പോലെ ഒരു വലിയ തീരുമാനമാണ് എൻ്റെ ലൈഫിലെ. ഞാൻ നല്ല ഹാപ്പിയാണ്, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്.
ഇന്നിപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഏകദേശം ഒരു 12 മണിയായി. നാളെ രാവിലെയാണ് എൻ്റെ സർജറി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞൊരു ഉച്ച കഴിഞ്ഞൊരു ഈവനിങ് ഒക്കെ ആകുമ്പോഴായിരിക്കും എന്നെ തിരിച്ച് അതിന് മാറ്റുന്നുണ്ടാവുക. ഓക്കെ, നാളെയാണ് അതിന്റെ സർജറി. ഞാൻ നാളെയായിട്ട് പൂർണ്ണ സ്ത്രീയായിട്ട് മാറാൻ പോവുകയാണ് സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരുടെ കണ്ണി പൊടി ഇടാതെ ജാസി. ഇത് സോഷ്യൽ മീഡിയ ആണ്. ഇവിടെ സത്യസന്ധമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നിലനിൽപ്പുണ്ടാവും. ജാസി എടുത്തല്ലേ നീ മൊത്തത്തിൽ പറയാനുള്ളതാണ്. സത്യസന്ധമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് നിലനിൽപ്പുണ്ടാവും. അല്ലാണ്ട് ഇങ്ങനെ ഉടായ്പും കള്ളത്തനങ്ങളും കാണിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ജനങ്ങളെടുത്ത് അങ്ങ് തറയിലെറിയും. കാരണം നിങ്ങളെ സ്നേഹിച്ച ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ആൾക്കാരെ നിങ്ങൾ വെറുത്തു തുടങ്ങും. എന്തിനാണ് ഇതുപോലത്തെ ഉടായ്പും കള്ളത്തനങ്ങളും കാണിച്ച് നടക്കുന്നതിന് നമ്പണം എന്നുള്ളൊരു ചോദ്യം വരും. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഞാൻ വേണമെങ്കിൽ ഒന്ന് അപേക്ഷിക്കാം. വേറെ ഒന്നും കൊണ്ടല്ല, ഇങ്ങനെ കള്ളത്തനങ്ങൾ കാണിച്ചും ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് നിങ്ങളുടെ ഓഡിയൻസിനെ തന്നെ പറ്റിച്ചുകൊണ്ട് ഇങ്ങനെ വീഡിയോസ് ഇടാതിരിക്കുക. റീച്ചാണ് ആവശ്യമെങ്കിൽ വേറെ എന്തൊക്കെ കോപ്രായങ്ങൾ കാണിക്കുക. ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ ഒരു സമയത്ത് പ്രഗ്നന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി. ഇതിനൊക്കെ എങ്ങനെയാണ് നമ്പുന്നത്? ഇതിനൊക്കെ നമ്പി നടക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ എന്നാണ് പറയുന്നത്, വിവരദോഷികൾ. എന്തായാലും നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. എനിക്ക് അതാണ് നിങ്ങളോട് വീണ്ടും പറയാനുള്ളത്. സത്യം പറഞ്ഞാല് ഇത് എൻ്റെ ഒരു ലൈഫ് ജേണിയാണ്, അവളിലേക്കുള്ള ഒരു ദൂരമാണ്. കാരണം ഒരുപാട് പ്രൊസീജിയേഴ്സിലൂടെയാണ് ഒരു ട്രാൻസ് പേഴ്സൺ ഒരു പെൺകുട്ടിയായി മാറുന്നത്, ഒരു പെണ്ണായിട്ട് മാറുന്നത്, ഒരു സ്ത്രീ ആയിട്ട് മാറുന്നത്. അപ്പോൾ അതിന് കുറേ പ്രിപ്പറേഷൻസ് ഉണ്ട്. മെന്റലി നമ്മൾ ഓക്കെ ആവണം. അതൊക്കെ ഓക്കെ, അത് വേറുള്ളവരുടെ കാര്യം. അനക്കെന്താ അളിയ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്ത്രീയായി മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഓക്കെ, സർജറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് പേഴ്സണലി ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എനിക്ക് ഈ സർജറി ചെയ്ത് മാറുന്നതിൽ പോലും എനിക്ക് യോജിപ്പില്ല കേട്ടോ. പിന്നെ ഓരോരുത്തരും ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട്, എൻ്റെ ഒരു മനസ്സിൽ ഉള്ള കാര്യമാണ് പറഞ്ഞത്. എനിക്ക് താല്പര്യമില്ല. എന്തിനാണ് കഷ്ടപ്പെട്ട് പൈസയും കളഞ്ഞ് ഇങ്ങനെ സർജറി ചെയ്ത് മാറുന്നത്? നമുക്ക് ദൈവം തന്നിട്ടുള്ള ആ ഒരു ബോഡിയിലും നമ്മുടെ ആ ഒരു ശൈലിയിലും നമ്മൾ ജീവിക്കുക എന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ ഓരോരുത്തർ ഇഷ്ടമാണ്. അതിലെനിക്ക് കൈ കടത്താനുള്ള റൈറ്റ്സ് ഇല്ല. അത് അത്രേ ഉള്ളൂ. പിന്നെ ഇവർ ഇങ്ങനെ വന്നിട്ട് ഈ ജാസിയൊക്കെ വന്നിട്ട് കള്ളത്തനം കൂടി ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിലുള്ള ഈ ഒരു മിസ്ലീഡിങ് സാധനം ചെയ്യാതിരിക്കുക വളരെ മോശമാണ്. സീരിയസ്ലി പറയാം, വളരെ മോശമാണ്. കൊയിലിന്റെ മണിനാദം കേൾക്കും. പിന്നെ ട്രീറ്റ്മെന്റുകളുണ്ട്, മെഡിസിൻസുകളുണ്ട്, പിന്നെ ഹോർമോൺ ട്രീറ്റ്മെന്റ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ലേസർ ട്രീറ്റ്മെന്റ്, അങ്ങനെ ഒരുപാട് വേദനകളും പ്രയാസങ്ങളും ഒക്കെ സഹിച്ചിട്ട് തന്നെയാണ് ഒരു അവരെ ഇഷ്ടപ്പെടുന്ന ഒരു ബോഡിയിലേക്ക് അവരെ സ്വന്തത്തെ കൊണ്ടുവരുന്നത്. അത് വലിയൊരു കാര്യം തന്നെയാണ്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ട്രാൻസ് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആയി നിൽക്കുന്ന ഒരുപാട് പേരോടൊക്കെ സത്യമായി ഇപ്പോൾ എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നുകയാണ്. കാരണം അത്രത്തോളം ഒരു സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോയിട്ടുള്ളത്. അതിന് ജാസിക്ക് എന്താ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ജാസിക്ക് വേണമെങ്കിൽ മര്യാദയ്ക്ക് വന്ന് പറയാം. ഞാനിങ്ങനെ ടോപ്പിന്റെ സർജറിയാണ് ചെയ്യുന്നത്, എല്ലാവരും പ്രാർത്ഥിക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങളെ വെറുത്ത ആൾക്കാർ പോലും എന്തെങ്കിലും ആവട്ടെ പ്രാർത്ഥിക്കാന്നെങ്കിലും പറഞ്ഞ് നല്ല വാക്ക് 2 എണ്ണം പറഞ്ഞേനെ. പക്ഷെ ഇങ്ങനെ നാട്ടുകാരെ മിസ്ലീഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഇങ്ങനത്തെ രീതിയിൽ ഈ ട്രാക്ക് തിരിച്ചു വിടുമ്പോൾ സത്യമായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൂടി വെറുക്കും. അതേ ഇവിടെ സംഭവിക്കത്തുള്ളൂ. പ്രഗ്നന്റ് ആണ്, ഞാൻ ഇപ്പൊ പ്രസവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ മൊത്തം അപമാനിച്ച് ഒരു ലെവലിലാക്കി. എന്ത് മനുഷ്യന്മാരാ എന്തോ, എന്തൊക്കെ ടൈപ്പ് മനുഷ്യന്മാരായി ലോകത്തുള്ളത്. ഒന്ന് കാണേണ്ടത് ഇനി മനുഷ്യന്മാരല്ല. പാതയിലൂടെ ഞാനും പോവാണ്. പലപ്പോഴും ഞാൻ പറയുന്നത് പണ്ടിട്ട് എനിക്ക് സർജറി പേടിയാണ്, എനിക്ക് സൂചി കുത്തുന്നത് പേടിയാണ്. പിന്നെ നമ്മളെല്ലാം ഡെയിലി വരുന്ന സർജറി ചെയ്തോണ്ടിരിക്കണല്ലേ, നമുക്ക് പിന്നെ പേടിയൊന്നുമില്ല. എല്ലാവർക്കും ആർക്കായാലും ആ ചെറിയ മറ്റേ സർജറി ആയാലും എല്ലാവർക്കും പേടിയാണ്. പിന്നെ സൂചി കുത്തണത് എനിക്ക് ആദ്യമൊക്കെ പേടിയായിരുന്നു. പിന്നെ കുത്തി ഞാൻ വോട്ട് പോലും എന്തേലും കുത്തുന്നുള്ള രീതിയിലായി. കാരണം പിന്നെ എനിക്ക് പേടിക്കാൻ വയ്യ, ആ ഒരു സെറ്റപ്പായി. അതുകൊണ്ട് എന്റെ പൊന്നു ജാസി, ഇങ്ങനെ നാട്ടുകാരുടെ കണ്ണി പൊടിയിട്ടും കൊണ്ട് ഉള്ള കോപ്രായങ്ങളെ കാട്ടി കൂട്ടല്ലേ. എന്തിനി സർജറി എന്ത് കോപ്പോ ചെയ്യും? അത് ചെയ്യുന്നത് മാന്യമായിട്ടോ ചെയ്തെന്ന് പറയാം. അല്ലാണ്ട് ചെയ്യാത്തത് ചെയ്തെന്ന് പറഞ്ഞും കൊണ്ട് മനുഷ്യന്മാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഈ പരിപാടി ചെയ്യാതിരിക്കുക. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിന്റെ താഴെ വന്നിട്ടുള്ള കമന്റ്സ് കാണണമെന്ന്. എന്റെ പൊന്നു ജാസി, നിങ്ങളെ വീഡിയോ ചെയ്ത് എനിക്കാണ് തെറി വിളിക്കുന്നത്, വേറൊന്നും കണ്ടല്ലേ. ഇതുപോലത്തെ വെടലകളുടെ വീഡിയോ എടുത്ത് ചെയ്യല്ലേ അതിലേ എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. പിന്നെ കുറെ പേര് ചിരിക്കുന്നുണ്ട്. ചിരിക്കാനുള്ള വകുപ്പാണല്ലോ അത് കാണിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചിരിക്കുന്നതിൽ ഒരു തെറ്റും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കും സംശയം തോന്നി, ഇവർ മാത്രമുള്ളൂ സാധാരണ പേഷ്യന്റും വർക്കറും ഒക്കെ കാണേണ്ടതല്ലേ, ഇതിപ്പോൾ ഷൂട്ട് ചെയ്യാൻ കിട്ടിയ പോലെ തോന്നുന്നു. അങ്ങനെ മൊത്തം ഇത് നാടകമാണ്, ഇത് നാടകം തന്നെയാണ്. അത് ചിലപ്പോൾ ഒന്നുകൂടി സുന്നത്ത് കഴിഞ്ഞതാകും. ഞാനൊന്നും പറയുന്നില്ല. ഓക്കെ, അങ്ങനെ ആൾക്കാർ ഒരുപാട് പേര് ഇങ്ങനെയൊക്കെ തന്നെയാണ് കമന്റ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ വെറുപ്പാണ് വാങ്ങിക്കൂട്ടി വെക്കുന്നത്. നമ്മൾ ഈ ഹെയ്റ്റ്
നെഗറ്റീവിലൂടെ ഉണ്ടാക്കുന്ന റീച്ച് താൽക്കാലികം മാത്രമാണ്. അത് ക്രമേണ ഇടിഞ്ഞ് തരിപ്പണമാകും എന്നുള്ളൊരു കാര്യം നമ്മൾ സ്വയം ആദ്യം മനസ്സിലാക്കുക. കൂടുതലൊന്നും പറയാനില്ല. നന്നാവേണേ നന്നാവ്, ഇല്ലെങ്കിൽ മടൽ വെട്ടി അടിച്ചാലും നന്നാക്കാനായിട്ട് ജനങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല. ഇവിടെ കള്ളത്തനും കാപട്യവുമായിട്ട് നാട്ടുകാരെ പറ്റിക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ വലിച്ചുകീറി ഒട്ടിക്കാൻ തന്നെ ചെയ്യും. അത് ആരായാലും. പുതിയൊരു വീഡിയോ ഇടണം. ബൈ.